നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകുകയാണ്. ഏതായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന ആപ്തവാക്യം അത് നമുക്ക് നല്ലതുപോലെ ഓർക്കാം. സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം സംരക്ഷിക്കാനും നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ നിയമമാകുന്നതിന് തടസ്സപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനത്തിനുമെതിരെയും ഞങ്ങൾ നിയമ പോരാട്ടം ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ നമ്മൾ ഈ നിയമസഭ പാസാക്കിയ നിയമമടക്കമാണ് അംഗീകാരം കിട്ടാതിരിക്കുന്നത്. അതിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയണം. ജനാധിപത്യ സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് കണ്ടുകൊണ്ടുള്ള യോജിച്ച നിലപാട് സ്വീകരിക്കാനാവണം എന്നുകൂടിയാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, നമ്മുടെ കേരളത്തിലെ വിനോദസഞ്ചാര മേഖല വളരെ പ്രധാനപ്പെട്ട ഒരു രംഗമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ UDF ഭരണകാലം എടുത്താൽ ആ ടൂറിസം മേഖല അവഗണനയുടെ കയ്പുനീർ കുടിച്ച കാലമായിരുന്നു. കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 10% വിനോദസഞ്ചാര മേഖലയുടെ സംഭാവനയാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ട നൂതനമായ പദ്ധതികൾ UDFൻ്റെ കാലത്തൊന്നും ഉണ്ടായില്ല. LDF സർക്കാർ വന്നതിന് ശേഷം ക്രിയാത്മകമായ ഇടപെടലാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമായി ടൂറിസം രംഗത്ത് നല്ല കുതിച്ചുചാട്ടം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു കോവിഡ് കാലം. ആ കോവിഡ് മഹാമാരി ലോകത്താകെ തന്നെ ടൂറിസം മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഏതാണ്ട് 2 വർഷത്തോളം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നീണ്ടുനിന്നു. കോവിഡിന് ശേഷം നമ്മുടെ വിനോദസഞ്ചാര മേഖല മടങ്ങി വരവിൻ്റെ പാതയിലാണ് നിൽക്കുന്നത്. സഞ്ചാരികളുടെ എണ്ണം പരിശോധിച്ചാൽ കോവിഡിന് ശേഷം റെക്കോർഡ് വർധനവുണ്ടായിട്ടുണ്ട്. കോവിഡിന് മുന്നത്തേക്കാളും 21.12% വർധനവാണ് ഉണ്ടായത്. ലോകത്ത് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ ന്യൂയോർക്ക് ടൈംസ് അടയാളപ്പെടുത്തിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആകെ ഉൾപ്പെടുത്തിയത് കേരളത്തെ മാത്രമാണ്. ബേപ്പൂർ മാതൃക ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് വലിയ ദേശീയ അംഗീകാരം കിട്ടി. കടലുണ്ടി, കുമരകം എന്നിവ മികച്ച ടൂറിസം വില്ലേജുകൾക്കുള്ള ദേശീയ അംഗീകാരം നേടി. സർ, വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടും അത് മറികടക്കുന്നതിന് വേണ്ടി പ്രത്യേക ക്യാമ്പയിനുകൾ നമുക്ക് സംഘടിപ്പിക്കാനായി. വിനോദസഞ്ചാര വികസനം എല്ലായിടത്തും ഒരുപോലെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മലബാർ മേഖലയിൽ പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ്. ഇവിടെ സാധാരണക്കാരന് അന്യമായിരുന്നു സർക്കാർ റെസ്റ്റ് ഹൗസുകൾ. ഇപ്പോൾ പീപ്പിൾസ് റെസ്റ്റ് ഹൗസുകളാക്കി മാറ്റി വിദേശ സഞ്ചാരികൾക്കുൾപ്പെടെ അത് ലഭ്യമാക്കുന്ന നിലയെടുത്തിട്ടുണ്ട്. സർ, കേരളം ഇരുട്ടിലാണ്ട ഒരു കാലം നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിന് മാറ്റങ്ങൾ വന്നു. വൈദ്യുതി രംഗം നല്ല നിലയിൽ അഭിവൃദ്ധിപ്പെട്ടു പോവുകയാണ്. 2016-21 കാലത്ത് 400 മെഗാവാട്ട് വൈദ്യുതിയാണ് അധികമായി ഉൽപ്പാദിപ്പിക്കാനായത്. കേരളത്തിൻ്റെ പ്രസരണ ഇടനാഴി 220 കിലോവാട്ടായിരുന്നത് 400 കിലോവാട്ടിലേക്ക് ഉയർത്താൻ 10,000 കോടിയുടെ ട്രാൻസ്മിറ്റ് പദ്ധതിയാണ് നാം നടപ്പാക്കിയത്. സർ, ഇതിൻ്റെ ഭാഗമായി തൃശ്ശൂർ അരീക്കോട് 400 kV ലൈൻ 2019 കമ്മീഷൻ ചെയ്തു. വെല്ലുവിളികൾ മറികടന്ന് ഇടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തിയാക്കി. അരീക്കോട് നിന്ന് മാനന്തവാടി വഴി കാസർഗോഡ് വരെ 400 kV ഗ്രീൻ കോറിഡോർ സ്ഥാപിക്കാനുള്ള നടപടികളുമായി. അതുമായി ബന്ധപ്പെട്ട് നല്ല വിവരങ്ങളാണ് ഇന്ന് ബഹുമാനായ വൈദ്യുതി മന്ത്രി കൈമാറുന്നത് കണ്ടത്. തിരുനെൽവേലി ഇടമൺ 400 kV അന്തർ സംസ്ഥാന കോറിഡോറും തമിഴ്നാട്ടിലെ
പുഗലൂർ നിന്ന് തൃശ്ശൂരിലേക്കുള്ള HVDC ലൈനും പൂർത്തിയാക്കി. ഉടുപ്പി കാസർഗോഡ് 400 kV അന്തർ സംസ്ഥാന പ്രസരണ ലൈനിന് അംഗീകാരം നേടാനായി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സർ, സഹകരണ മേഖല നമ്മുടെ കേരളത്തിൽ കേരള ബാങ്ക് യാഥാർത്ഥ്യമായപ്പോൾ സഹകരണ മേഖല നല്ല കുതിപ്പിൻ്റെ പാതയിലാണിപ്പോൾ നിൽക്കുന്നത്. കേന്ദ്രത്തിൻ്റെ പകപോക്കൽ സമീപനത്തിലും കേരളത്തിലെ സഹകരണ രംഗം പുറകോട്ട് പോയിട്ടില്ല, മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. സർ, പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ആധുനീകരണം പൂർണ്ണതയിലെത്തിക്കുന്നതിനായി വിഭാവനം ചെയ്തിരിക്കുന്ന കോമൺ സോഫ്റ്റ്വെയർ അതിവേഗതയിൽ തന്നെ നടപ്പാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇത് സാധ്യമാവുന്നതോടെ എല്ലാ കാര്യത്തിലും ഒരു ഏകീകൃത സ്വഭാവം കൈവരിക്കാനാവും. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഒഴിച്ചുകൂടാത്തതാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അതിന് വലിയ മുൻതൂക്കം കൊടുത്തുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനികൾ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം.